കുറച്ചു നാളുകളായി തന്നെ ഖാർഗെ കുടുംബത്തിന്റെ ആവശ്യം, അച്ഛന്റെ മകന്റെ ആവശ്യം RSSനെ നിരോധിക്കണമെന്നാണ്. ഇന്ത്യയിൽ വിവിധ ഇടങ്ങളിൽ ന്യൂനപക്ഷ ഭീകരവാദം വളരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മൗനമാണ്. പക്ഷെ RSSനെ അടിയന്തരമായി നിരോധിക്കണം. ഇപ്പോൾ സാമ്പത്തിക ക്രമക്കേടാണ് ഈ അച്ഛന്റെ മകൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അച്ഛന്റെ മകന്റെ ലക്ഷ്യം എന്താണ്? കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാനമാണ്. വിഡ്ഢികളുടെ സ്വർഗത്തിലല്ലേ ഇവർ ജീവിക്കുന്നത്? കാരണം മറ്റേ നിൽക്കട്ടെ, മുഖ്യമന്ത്രി സ്ഥാനം RSSന് എത്ര പ്രാവശ്യം ഇവർ നിരോധിച്ചു? അപ്പം നിരോധിക്കണം എന്നല്ല പറയുന്നത്. RSSൻ്റെ ശാഖയിൽ നിന്ന് വളർത്തിയെടുത്ത ആൾക്കാർ ഭാരതത്തിൻ്റെ ഭരണം കൈയാണ്. ചിന്തിക്കേണ്ട ഈ വിഡ്ഢികൾ. ഒരു ഭരണവും ഇല്ലാത്ത കാലത്ത്, സംഘം തുടങ്ങിയ കാലത്ത് തന്നെ, ശൈശവത്തിൽ ഭ്രൂണത്തിൽ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് സർക്കാർ മധ്യഭാരത പ്രവിശ്യയിൽ സംഘത്തെ നിരോധിച്ചിരുന്നു. അതിനുശേഷം 48-ൽ ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് RSSനെ നിരോധിച്ചു. വീണ്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് സംഘത്തെ നിരോധിച്ചു. ഞാൻ വിശദീകരണത്തിലേക്ക് ഒന്നും പോകുന്നില്ല, ആ പോയിന്റ് മാത്രം പറയാം. അയോധ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വീണ്ടും നിരോധിച്ചു. എന്ത് സംഭവിച്ചു? ഓരോ നിരോധന സമയത്തും RSS ആ നിരോധനത്തിൽ കൂടി RSS വളർന്നു. ജനങ്ങളുടെ ഹൃദയത്തിലാണ് RSS നിലനിൽക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഔദാര്യത്തിലല്ല RSS വളർന്നത്. അതുകൊണ്ടാണ് RSS സർസംഘചാലക് ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിലല്ല ഇൻട്രസ്റ്റ്. RSSന്ന് പ്രചോദനം കിട്ടിയിട്ട് പോകുന്ന ആൾക്കാർ എല്ലാ രംഗത്തുമുണ്ട്. ഈ വിഡ്ഢികൾ മനസ്സിലാക്കട്ടെ. ഇയാളുടെ ഈ പറയുന്ന പ്രിയങ്ക് ഖാർഗെയുടെ മൂക്കിൻ്റെ മുന്നിൽ അയാളുടെ ഓഫീസിൽ പോലും RSS ഉണ്ട് എന്ന് കർണാടകത്തിൽ നിന്ന് പറഞ്ഞാൽ തെറ്റൊന്നും ഉണ്ടാവില്ല. ഈ RSSനെ എന്തെങ്കിലും ചെപ്പടാച്ചി കാണിച്ച് നിരോധിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇയാൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. രണ്ടാമത്തത്, RSS ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. വ്യക്തമായ ഭരണഘടന RSSനുണ്ട്. RSS രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ ആണെന്നാണ്. ഇപ്പൊ അതാണ്, രജിസ്ട്രേഷൻ ഇല്ല, സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നു എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. പിന്നെ ഒരു ക്രമക്കേടും RSSന്റെ ശാഖയിൽ നിന്ന് വളർത്തിയെടുക്കുന്ന പ്രവർത്തകരാണെങ്കിൽ അതിൽ നിന്ന് ഊർജം വളർന്നു വരുന്ന പ്രവർത്തകർ ഒരാൾ പോലും സാമ്പത്തിക ക്രമക്കേട് കാണിക്കില്ല എന്ന് നിഷ്പ്രയാസം സാധിക്കാൻ ആരോപണങ്ങൾ പലർക്കും ഉന്നയിക്കാം. എന്ത് സംശുദ്ധമായ ഒരു ഭരണം അതിന് നേതൃത്വം കൊടുക്കാൻ ഇന്ന് ഭാരതത്തിൽ സാധിക്കുന്നു? സംശുദ്ധമായ ഭരണം എന്ന് പറഞ്ഞാൽ RSSന്റെ മൂശയിൽ വളർന്നു വന്ന ചില ആൾക്കാർ, ഞാൻ എല്ലാവരും ഒന്നും പറയുന്നില്ല, എല്ലാവരും പറയും പോലെ അവർ RSS അല്ലേ, ഇവർ RSS അല്ലേ, എല്ലാവരും RSS അല്ലേ, ആ അഭിപ്രായത്തോടൊന്നും വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പില്ല. കാരണം RSSന്റെ ശാഖയിൽ ആ മൂശയിൽ വളർന്നു വന്ന, അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന ആളുകൾ ഇവർ ഭരിക്കുന്ന സ്ഥലം എന്തുകൊണ്ട് ഒരഴിമതി പോലും നടന്നതായിട്ട് യഥാർത്ഥത്തിൽ വരുന്നില്ല? അപ്പം സ്വാഭാവികമായും സാമ്പത്തിക ക്രമക്കേട് എന്നുള്ള പദം ആളുകളെ ദുരുപയോഗം ചെയ്യാനാണ്. അത് മാത്രമല്ല, അതിൽ കൂടി വലിയൊരു ന്യൂനപക്ഷ പ്രീണനം ഉദ്ദേശിക്കുന്നു കർണാടകത്തിൽ. അതാണല്ലോ RSSനെ നിരോധിക്കണം എന്ന് പറയാം. RSS ക്രമക്കേട് കാണിക്കുന്നു, സാമ്പത്തിക ക്രമക്കേട് കാണിക്കുന്നു. ഏതാണ് എന്നുള്ളത് എന്തേ അക്കമിട്ട് പറയാത്തത്? പറയണ്ടേ? അച്ഛനും മകനും വെട്ടാൻ തുടങ്ങിയതല്ലോ. അച്ഛൻ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് മകനെ ഏറ്റെടുക്കുന്നു. അതിൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കേടുക മാത്രമല്ല, ഇവിടുത്തെ അവശ്യ സമുദായത്തിൻ്റെ പ്രതിനിധികളാണ് ഞങ്ങളെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരു RSS മുഴുവൻ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞു. വിഡ്ഢികളല്ലേ ശരിക്കും? ഇത്രയും കൂടുതൽ ഇനിയിപ്പോൾ അവർ BJP ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ SC ST വിഭാഗം രണ്ടും, SC മാത്രമല്ല ST വിഭാഗം രണ്ടും ഉള്ളത് ഏത് പ്രസ്ഥാനത്തില്ല? സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ MP, MLA, മുഖ്യമന്ത്രി, എല്ലാം ഉണ്ട്. പ്രസിഡന്റ്, ഭാരത പ്രസിഡന്റ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും ഇത്രയും അധികം പിന്നോക്കർക്ക് മന്ത്രിസ്ഥാനം കൊടുത്ത വേറെ സർക്കാരില്ലെന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രസിഡന്റ്
ഇതിൻ്റെ മുമ്പത്തെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ മാത്രമല്ല, പെട്ടെന്ന് വന്നാൽ ഇത് SC ആണ്, അല്ല ST ആണ്, മറ്റേ SCയിൽ നിന്നുണ്ടായിരുന്നു. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷത്തിൻ്റെ ഒരു പ്രസിഡന്റിന് വേണ്ടിയിട്ട് ആരാ വാദം ഉന്നയിച്ചത്, ആരാ കൊണ്ടുവന്നത്? അപ്പം ഈ നിലയ്ക്ക് ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ഭാരതത്തിനൊരു പ്രധാനമന്ത്രിയെ സംഭാവന ചെയ്തത് ആരാ, ഏത് വിഭാഗത്തിൽ നിന്ന് വന്നു? RSS അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, പക്ഷേ അവർ കൂടുതൽ പറയുകയാണെങ്കിൽ ഏത് വിഭാഗത്തിൽ നിന്ന് വന്നു? അപ്പം ഈ നിലയ്ക്ക് എല്ലാം നോക്കുന്ന സമയത്ത് ഭാരതത്തിലെ എല്ലാ ജനവിഭാഗത്തിനും ഒരേപോലെ, മറുഭാഗത്ത് ബ്രാഹ്മണരെന്ന് അവകാശപ്പെടുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ആ മാത്രം കുടുംബത്തിൽ നിന്ന് അവർ ആ അവകാശപ്പെടുന്നു. കുടുംബത്തിന്റെ അടിമകളായിട്ടാണ് ഈ വിഭാഗം ജീവിക്കുന്നത്. ഇന്നും ഈ ഗാർഗെ കുടുംബം മുഴുവൻ ജീവിക്കുന്നത് അവരെ അടിമകളായിട്ടാണ്. ആ അടിമത്വം ഇവർ അംഗീകരിക്കുക, ആ ബ്രാഹ്മണീയ അടിമത്വം സ്വീകരിക്കുന്ന വ്യക്തികൾ അവരാണ് RSSന്റെ പേരിൽ ഇത്തരം ആരോപണങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നത്. ആരുടെ പേരിലൊക്കെയാണ് കേസ് വന്നിരിക്കുന്നത്? RSSന്റെ നേതാക്കന്മാരുടെ പേരിലാണോ? ഭൂമി തട്ടിപ്പിന്റെ കേസ്, മാധ്യമ തട്ടിപ്പിന്റെ കേസ്, അത് ഈ ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നാണ്. അപ്പം ആ കേസ് ഇനി സമ്പത്ത് നോക്കട്ടെ. ഗാർഗെ കുടുംബത്തിന് എവിടുന്ന് കിട്ടി, എവിടുന്ന് ഉണ്ടായി സമ്പത്ത്? എത്രയാണ് അവരുടെ സമ്പത്ത്? അവർ പുറത്തുവിടാൻ തയ്യാറുണ്ടോ? കുടുംബപരമായിട്ട് കിട്ടിയ സമ്പത്തുകൾ അല്ലാത്ത അധികാരത്തിൽ കയറിയതിന് ശേഷം ഉള്ള സമ്പത്ത് RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ പേരിലുണ്ടായിട്ടുണ്ടോ? അതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ RSSന് ഇവർ ഏത് ഭാഗത്തുനിന്ന് വരുന്നെന്ന് പറയട്ടെ, ഇവർ കള്ള പ്രഖ്യാപനങ്ങൾ നടത്തി കള്ളത്തരം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് RSS നിരോധിക്കണമെന്ന് പറയുന്ന സമയത്ത് ഇത് ഏറ്റുപിടിക്കാൻ ചില സോഷ്യൽ മീഡിയകളും അതോടൊപ്പം ന്യൂനപക്ഷങ്ങളും ഉണ്ടാവും എന്നാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, കർണാടകത്തിൽ ഭരണം പിടിച്ച് അധികാരത്തിൽ വരണമെങ്കിൽ ഈ വ്യക്തിക്ക് മുഖ്യമന്ത്രിയാകണം. മുഖ്യമന്ത്രി സ്ഥാനം മോഹിക്കുന്നുണ്ടതില്ലേ? കാരണം അവിടുത്തെ ആൾക്കാർ കോൺഗ്രസ്സുകാർ തന്നെ അവർ കൊടുക്കില്ല എന്നുള്ള നിലയ്ക്കലാണ് അവർ നിൽക്കുന്നത്. അപ്പം അധികാരം പിടിച്ച് മുമ്പോട്ട് വരണമെങ്കിൽ ന്യൂനപക്ഷ പ്രീണനം അത്യന്താപേക്ഷിതമാണ് അവർക്ക്. അല്ല, ഈ പ്രിയങ്ക ഖാർഗെ ഒരു രാഹുൽ ഗാന്ധിയായി മാറുന്നു എന്ന് നാം സംശയിക്കേണ്ടിരുന്നു. കാരണം അദ്ദേഹം ചെയ്യുന്ന ഇപ്പൊ രാഹുൽ ഗാന്ധി തനിക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല, അങ്ങനെയാണെങ്കിൽ രാജ്യം നശിക്കട്ടെ. അതുപോലെ തന്നെയാണോ ഖാർഗെ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്? എനിക്ക് മുഖ്യമന്ത്രി കസേര കിട്ടില്ല, അപ്പോൾ കുറെ വിവാദങ്ങൾ രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. കാരണം ആവേശം ഉൾക്കൊണ്ട് ഊർജ്ജം ഉൾക്കൊള്ളുന്ന എവിടുന്ന? രാഹുൽ ഗാന്ധിയുടെ പൂർവികരുടെയും നിന്നിട്ടാണല്ലോ ഈ ഊർജ്ജം ഉൾക്കൊണ്ടത്, അച്ഛനും മകനും എല്ലാം. അപ്പം അവിടെ ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ അടിമകളായിട്ടുള്ള ഈ കുടുംബം അവരിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. നാട് നശിച്ചാലും വേണ്ടിയില്ല, ഈ രാഷ്ട്രം നശിച്ചാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം, അല്ലെങ്കിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ രാഷ്ട്രം നശിച്ചോട്ടെ. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഏത് ശക്തികളാണുള്ളത്? ഇവിടെ വേണം ഭീകരവാദ പ്രവർത്തനവും കോൺഗ്രസിൻ്റെ ഇന്നത്തെ നേതൃത്വത്തിൻ്റെ പ്രവർത്തനവും ഓരോ സംസ്ഥാനത്തിലേക്കും കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രവർത്തനം തമ്മിൽ കൂടി ചിന്തിക്കാൻ. കാരണം കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ സാധിക്കാത്ത അവസ്ഥയില്ല എല്ലാ സ്ഥലത്തും. അപ്പോൾ സ്വാഭാവികമായും ഈ കോൺഗ്രസ്സിന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഈ നാട് നശിച്ചേ പറ്റൂ. നാട് നശിച്ചാലും വേണ്ടില്ല, ആർക്കതിലെ ബുദ്ധിമുട്ട്? നാടിനോട്, ഈ ഭാരതത്തിനോട് വിധേയത്വം ഏതെങ്കിലും വിധത്തിൽ ഈ ഗാർഗെ കുടുംബത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആരാധകരായുള്ള ആ കുടുംബത്തിനുണ്ടോ? ഇപ്പോൾ വിദേശത്ത് പോയി ഭാരതവിരുദ്ധ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ആരാണ്? അവിടെ പോയിട്ടല്ലാതെ അത് ഏറ്റുപിടിച്ചുകൊണ്ട് കർണാടകത്തിൽ നിന്നുകൊണ്ട് ഭാരതവിരുദ്ധ പ്രഖ്യാപനം, ഹൈന്ദവ വിരുദ്ധ പ്രഖ്യാപനം, RSS വിരുദ്ധ പ്രഖ്യാപനം, ഇതെല്ലാം നടത്തുന്നത് ആരാണ്? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? വ്യക്തമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ രാജ്യദ്രോഹ പ്രവർത്തനമാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അത് മറച്ചു വയ്ക്കാൻ വേണ്ടി RSSൻ്റെ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് ആൾക്കാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. പ്രത്യേകിച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.